മോഹൻലാൽ ഫത്തിനന്തിക്കാട് ജോഡി ഒന്നിക്കുമ്പോൾ എപ്പോഴും നല്ല ചിത്രങ്ങൾ നമുക്ക് കുടുംബ പ്രേക്ഷകർക്ക് തന്നിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകരെ ഉന്നമിച്ച് തന്നെയാണ് ഫത്തിനന്തിക്കാടിൻ്റെ മിക്കവാറും ചിത്രങ്ങൾ നീങ്ങുന്നത്. ഇപ്പം ഹൃദയപൂർവ്വം എന്നുള്ള ചിത്രമാണ് ഫത്തിനന്തിക്കാട് മോഹൻലാൽ ടീമിൻ്റേതായി പുറത്തു വരുന്നത്. അതിലെ മോഹൻലാലിൻ്റെ വേഷം ഒരു പ്രത്യേക ഗെറ്റപ്പിലാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ചില സ്റ്റില്ലുകളൊക്കെ പുറത്തു വന്നപ്പം നമ്മളെ ഞെട്ടിപ്പിക്കുന്നു എന്നാണ് അറിയുന്നത്. ഫത്തിനന്തിക്കാട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു നാടൻ കഥാപാത്രമാണ് മോഹൻലാലിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കഥാപാത്രത്തിൻ്റെ ലുക്കുമൊക്കെ കണ്ടു കഴിയുമ്പോൾ നാടൻ കഥാപാത്രമാകാം. സന്ദീപ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് പേര്. അപ്പം അതിന് പ്രത്യേകമായ ഒരു പ്രത്യേകത അതിൽ തോന്നുന്ന വേഷവിധാനങ്ങൾ തന്നെയാണ് ലാലേട്ടനിൽ നിന്ന് നമുക്ക് കാണുന്നത്. ഫത്തിനന്തിക്കാടിൻ്റെ മക്കളായ അനൂപ് ഫത്തിനും അതുൽ ഫത്തിനും ഒക്കെ ഇതിനകത്ത് പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ മോഹൻലാലായ വരുന്ന ചിത്രങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് വൈറലാകുകയും മാറുന്നുണ്ട്. ഒരു മാലയൊക്കെ ഇട്ട് ഒരു പ്രത്യേക ലുക്കിൽ ലാലേട്ടൻ നിൽക്കുന്നതൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു വിസ്മയത്തുമ്പത്ത് എന്ന് പറയുന്ന ബാഫിൽ ചിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേഷം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം സാധാരണക്കാരനായൊരു വ്യക്തിയാകുമ്പോഴും എന്തൊക്കെയോ പ്രത്യേകത ആ കഥാപാത്രത്തിനുണ്ട് എന്ന് നമുക്ക് ഈ വേഷവിധാനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഒരു വശത്ത് മോഹൻലാൽ ഹൃദയപൂർവ്വം തുടരും എന്ന് കുടുംബ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് നമ്മൾ എമ്പുരാന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. തുടരും എന്ന് പറയുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും മോഹൻലാൽ ശോഭന ജോഡി തിരിച്ചു വരുന്നു. അതിലും മോഹൻലാൽ ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നു. ഡ്രൈവർ ഷൺമുഖനായിട്ട് വരുന്നു. മറുവശത്ത് ഹൃദയപൂർവ്വം എന്ന പടത്തിൽ ഫത്തിനന്തിക്കാട് എന്ന് പറയുന്ന സംവിധായകൻ്റെ ചിത്രത്തിൽ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നാടൻ കഥാപാത്രം തന്നെ മോഹൻലാൽ അവതരിപ്പിക്കുന്നു. അതിശയിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മറുഭാഗത്ത് നമ്മളേവരും കാത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട്, എമ്പുരാൻ. ഖുറേഷി ആയിട്ട് വരുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന കഥാപാത്രം. അത് എനിക്ക് തോന്നുന്നു ഈ മൂന്ന് കഥാപാത്രങ്ങളും ഒരേ നടനാണ് അവതരിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതം കൊണ്ട് കണ്ണുമിഴിച്ച് നിന്നിരുന്നു പോവും എന്ന് തോന്നുന്നു. മോഹൻലാലിനെ സംബന്ധിച്ച് പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വളരെ നാളിന് ശേഷമാണ് ഇങ്ങനെ 3 ഗെറ്റപ്പിലുള്ള 3 കഥാപാത്രങ്ങൾ ലാലേട്ടൻ്റേതായ രീതിയിൽ പുറത്തു വരുന്നത്. ഒരു വശത്ത് ലോകം പേരുകേട്ട വിറച്ചു പോകുന്ന എമ്പുരാൻ, മറുവശത്ത് സാധാരണക്കാരായ 2 കഥാപാത്രങ്ങൾ ഒരേപോലെ അദ്ദേഹം അഭിനയിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ 2025 മലയാള പ്രേക്ഷകരെ സംബന്ധിച്ച് അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ മികച്ച കഥാപാത്രങ്ങൾ നമുക്ക് തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുതന്നെയാണ് ഫത്തിനന്തിക്കാടിൻ്റെ ചിത്രത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ.